ॐ गजाननं भूतगणादिसेवितं कपित्थजं भूफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वर पादपङ्कजम्। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्री गुरवे नमः। ॐ भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुम्। ശ്രീ പാലോലിക്കാവ് ദേവീക്ഷേത്രത്തിലെ ക്ഷേത്രോപദേശക സമിതിയുടെ പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ പി എസ് നായർ സർ, സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ രാധാകൃഷ്ണൻ മാമൻ, വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ രാജപ്പൻ നായർ സർ, ഉത്സവ ജനറൽ കമ്മിറ്റി കൺവീനർ ബഹുമാന്യനായ ശ്രീ ഹരിമാമൻ, ഖജാൻജി ബഹുമാന്യനായ ശ്രീ ബി ആർ രാമചന്ദ്രൻ നായർ സർ, വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ എ ജി രാമചന്ദ്രൻ നായർ സർ, ജോയിന്റ് ജനറൽ കൺവീനർ ബഹുമാന്യനായ ശ്രീ കെ പി ശശിധരൻ നായർ സർ, ഇന്ന് കഴിഞ്ഞ 7 ദിവസങ്ങളിലായി ഇവിടെ അതിമനോഹരമായി ഭാഗവത പാരായണം നടത്തിയ അതിധന്യരായ ഭാഗവത പൗരാണികർ, തടിയൂർ പ്രദേശത്തുള്ള എല്ലാവരെയും എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള നിരവധി വ്യക്തികൾക്ക് ജ്ഞാനം പകർന്നു നൽകിയ എനിക്കേറെ ബഹുമാന്യനായ ശ്രീ മണിക്കുട്ടൻ സർ, തടിയൂർ NSS ട്രെയിനിങ് സ്കൂളിലെ അധ്യാപകയായിരുന്ന ഹെഡ് മിസ്ട്രസ് ആയിരുന്ന എന്നോടൊപ്പം ഇന്നിവിടെ എത്തിയ എൻ്റെ വല്യപ്പച്ചി കൂടിയായ ആദരണീയയായ തങ്കമ്മ ടീച്ചർ, മറ്റു വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എന്നെ ശ്രവിക്കുന്ന അച്ഛനമ്മമാരെ, ഗുരുജനങ്ങളെ, പാലോലിക്കാവിൽ അമ്മയുടെ ഭക്തരെ, പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ശ്രീനന്ദ പ്രദീപ്, പത്തനംതിട്ട അമൃത വിദ്യാലയത്തിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ചെറുകോലാണ് എൻ്റെ സ്വദേശം. ഈ ശ്രീ പാലോലിക്കാവ് ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നു വരുന്ന ആധ്യാത്മിക പ്രഭാഷണ പരമ്പരയുടെ സമാപന ദിവസമായി ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ സംസാരിക്കുവാൻ സാധിക്കുന്നത് ബഹുമാന്യയായ സ്വാമിനി ദേവി ജ്ഞാനാഭനിഷ്ഠയുടെ പ്രഭാഷണ പരമ്പരകളാൽ പുണ്യമായ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുവാൻ സാധിക്കുന്നത് എൻ്റെ ജീവിത പുണ്യമായി ഞാൻ കരുതുന്നു. സ്വാമിനി ജ്ഞാനാഭനിഷ്ഠയുടെ പ്രഭാഷണ പരമ്പരകളാൽ പുണ്യമായ ഇവിടെ എൻ്റെ ചില ചെറിയ അറിവുകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദേവീ ക്ഷേത്രത്തിൽ ദേവീ മഹാത്മ്യത്തെ കുറിച്ച് പറയാൻ ശ്രമിക്കട്ടെ. ദേവീ മഹാത്മ്യത്തിൽ തന്നെ ബ്രാഹ്മണീ ചരിതമാണ് പറയുന്നത്. ബ്രാഹ്മണീ ചരിത്രത്തിലൂടെ ദേവീ മഹാത്മ്യവും ഒപ്പം ഗായത്രി മന്ത്രത്തിന്റെ മഹിമയും മഹാത്മ്യവും പറയുവാൻ ശ്രമിക്കാം. നമുക്ക് ഏവർക്കും വ്യാസമഹർഷിയെ കുറിച്ചറിയാം, വ്യാസ ഭഗവാനെ കുറിച്ചറിയാം. മഹാഭാരതം രചിച്ച വ്യാസമഹർഷി, പുരാണങ്ങൾ രചിച്ച വ്യാസമഹർഷി, വേദങ്ങളെ ക്രോഡീകരിച്ച വ്യാസമഹർഷി, ഭഗവാന്റെ അവതാരമായ വ്യാസമഹർഷി. ആ വ്യാസമഹർഷി തന്നെയാണ് ദേവീ മഹാത്മ്യവും രചിച്ചത്. ഈ ദേവീ മഹാത്മ്യം രചിച്ച ശേഷം വ്യാസമഹർഷി ഇതാദ്യം പറഞ്ഞു കൊടുക്കുന്നത് 2 പേർക്കാണ്. ഒന്ന് സ്വന്തം പുത്രനായ ശുഗബ്രഹ്മർഷിക്ക്, 2 സൂതനെ കുറിച്ച് പുരാണങ്ങളിലെല്ലാം ഏറെ കാണുവാൻ സാധിക്കും. വളരെ ബുദ്ധിമാനായ പ്രതാപശാലിയായ വ്യക്തിയായിരുന്നു സൂതൻ. ഈ സൂതൻ ഒരിക്കൽ നൈമിഷാരണ്യത്തിൽ പോകുന്നു. നൈമിഷാരണ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദ്വാപരയുഗത്തിന്റെ അവസാനമെത്തിയപ്പോൾ, അതായത് കലിയുഗം ആരംഭിക്കുവാൻ തുടങ്ങിയപ്പോൾ നിരവധി മഹർഷിമാരുടെ മനസ്സിൽ ഒരു ദുഃഖം രൂപപ്പെട്ടു. കലിയുഗം ആരംഭിക്കുകയാണ്, കലിബാധ ഞങ്ങളെയും ബാധിക്കുമോ എന്നവർ വിഷമിച്ചു. കലിബാധ ബാധിച്ചാൽ എന്താണ് പ്രശ്നം? മനസ്സിലെ നന്മയില്ലാതെയാകും, സത്യമില്ലാതെയാകും, ധർമ്മമില്ലാതെയാകും. മനസ്സിൽ നിറയെ നകാരാത്മകതയും നകാരാത്മകമായ ചിന്തകളും നിറയും. ഇതിനാൽ തന്നെ മഹർഷികൾ കലിബാധ ഒരിക്കലും ബാധിക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു.
ഈ ആഗ്രഹം ബ്രഹ്മലോകത്ത് പോയി ഭഗവാൻ ബ്രഹ്മാവിനോട് അവർ സൂചിപ്പിക്കുന്നു. അപ്പോൾ ബ്രഹ്മദേവൻ ഒരു നേമി, അതായത് ഒരു ചക്രം സൃഷ്ടിക്കുന്നു. അതിനുശേഷം അത് ഉരുട്ടിവിടുന്നു. ഈ ഋഷീശ്വരന്മാരോട് പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ ചക്രത്തിന് പിന്നാലെ പോകൂ. ഈ ചക്രം എവിടെ ചെന്നാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾ യാഗങ്ങൾ നടത്തി ജീവിച്ചു കൊള്ളുക. അങ്ങനെയെങ്കിൽ നിങ്ങളെ കലിബാധ ബാധിക്കുകയില്ല എന്ന് പറയുന്നു. ഇത് കേട്ടതനുസരിച്ച് ഋഷിമാർ ആ ചക്രത്തിന് പിന്നാലെ പോകുന്നു. അത് ഒരു സ്ഥലത്ത് നിൽക്കുന്നു. അവിടെ വർഷങ്ങളോളം ഋഷിമാർ യാഗങ്ങൾ നടത്തി. ഇന്നും അവരവിടെ യാഗങ്ങൾ നടത്തി കലിബാധയേക്കാതെ സുഖമായി ജീവിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ സ്ഥലമാണ് നൈമിഷാരണ്യം. നേമി അഥവാ ചക്രം പതിഞ്ഞ സ്ഥലം എന്ന രീതിയിൽ നൈമിഷാരണ്യം. ഈ നൈമിഷാരണ്യത്തിലേക്കാണ് സൂതൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ സൂതനോട് ഋഷിമാരൊക്കെ ചോദിക്കുന്നു, ഞങ്ങൾക്ക് ദേവി മഹാത്മ്യം ഒന്ന് പറഞ്ഞു തരാമോ, ദേവിയുടെ ചരിതം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സൂതൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ഈ ദേവി മഹാത്മ്യം എഴുതപ്പെട്ടിരിക്കുന്നത് ദേവന്മാർ തമ്മിലുള്ള സംഭാഷണം പോലെയാണ്. നിരവധി ദേവന്മാർ തമ്മിലുള്ള വ്യത്യസ്തങ്ങളായ സംഭാഷണങ്ങൾ ക്രോഡീകരിച്ചാണ് വ്യാസമഹർഷി ദേവി മഹാത്മ്യം എഴുതിയത്. ഇതിലെ ഒരു ഭാഗമാണ് ബ്രാഹ്മണീ ചരിതം. ബ്രാഹ്മണീ ചരിതം ശ്രീനാരായണ മഹർഷി ശ്രീനാരദ മഹർഷിക്ക് പകർന്നു നൽകുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ശ്രീനാരായണ മഹർഷി ഭഗവാൻ ജഗത് സഞ്ചാലകനായ ജഗന്നാഥനായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. ശ്രീ നാരദ മഹർഷിയാകട്ടെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഭക്തനും ബ്രഹ്മദേവന്റെ മാനസപുത്രനുമാണ്. ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് ബ്രാഹ്മണീ ചരിതം. ഈ ബ്രാഹ്മണീ ചരിതം സൂതൻ അവിടെയുള്ള ഋഷീശ്വരന്മാർക്ക് പറഞ്ഞു നൽകുവാൻ ആരംഭിക്കുന്നു. ആ കഥ ഇങ്ങനെയായിരുന്നു. അരുണൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഈ അരുണൻ ബ്രഹ്മദേവനെ തപസ് ചെയ്യുവാൻ ആരംഭിക്കുന്നു. വളരെ തീക്ഷ്ണമായ ഒരു തപസ്സാണ് അരുണൻ ചെയ്യുന്നത്. എങ്കിൽ പോലും ബ്രഹ്മദേവൻ അരുണന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. കാരണം അരുണൻ ഒരു അസുരനാണ്. അതിനാൽ തന്നെ എന്തെങ്കിലുമൊക്കെ കുനിഷ്ഠ വരദാനങ്ങൾ ചോദിച്ചു കളയും. അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ അരുണന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാതിരുന്നത്. എന്നാൽ അരുണന്റെ തപസ്സിന്റെ തീക്ഷ്ണത വർദ്ധിക്കുന്നു. അരുണന്റെ തപസ്സിൽ നിന്നും ഉണ്ടാകുന്ന താപം പ്രപഞ്ചത്തെ മുഴുവൻ ബാധിക്കുവാൻ ആരംഭിക്കുന്നു. അപ്പോൾ ബ്രഹ്മദേവന് അരുണന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടേണ്ടതായി വരുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട്, അരുണ, നിനക്ക് എന്ത് വരദാനമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അരുണൻ പറയുന്നു, എനിക്ക് മൃത്യുവിനെ ജയിക്കണം, എനിക്ക് അമരത്വം വേണം എന്ന്. അപ്പോൾ ബ്രഹ്മദേവൻ അത് നൽകുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. നീ മറ്റെന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, അതെനിക്ക് നിനക്കെന്നല്ല ആർക്കും നൽകുവാൻ സാധിക്കില്ല. അപ്പോൾ അരുണൻ ചോദിക്കുന്നു, എന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വധിക്കുവാൻ സാധിക്കരുത്. അതിനുശേഷം കുറച്ചു നേരം ചിന്തിക്കുന്നു, എന്നെ നപുംസകങ്ങൾക്ക് വധിക്കുവാൻ സാധിക്കരുത്. കുറച്ചു നേരം കൂടി ചിന്തിക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്നെ നാൽക്കാലികൾക്ക് വധിക്കുവാൻ സാധിക്കരുത്. കുറച്ചു നേരം കൂടി ചിന്തിക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്നെ അസ്ത്രശസ്ത്രങ്ങളാൽ വധിക്കുവാൻ സാധിക്കരുത്. ബ്രഹ്മദേവൻ ഈ വരദാനം നൽകി അവിടെ നിന്നും പ്രത്യക്ഷനാകുന്നു. അതിനുശേഷം അരുണൻ തിരിച്ച് രസാതലത്തിലേക്ക് പോകുന്നു. രസാതലത്തിലാണ് അസുരന്മാർ താമസിക്കുന്നത്. അസുരന്മാർക്ക് നൽകപ്പെട്ട ലോകമാണ് രസാതൽ. രസാതലത്തിൽ ചെന്ന ശേഷം ഇത്രയും ശക്തി നേടിയ അരുണൻ ദേവലോകം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ ദേവലോകത്തിൽ യുദ്ധം നടത്തുകയും ദേവലോകം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ദേവേന്ദ്രനെ ദേവലോകത്തിൽ നിന്നും പുറന്തള്ളുന്നു. ഇത് ദേവേന്ദ്രന് ഭയങ്കര ക്ഷീണമായി, വളരെ അപമാനമായി. ദേവേന്ദ്രൻ ഈ വിഷമവുമായി ബ്രഹ്മദേവന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. ബ്രഹ്മദേവനോട് ചോദിക്കുന്നു, എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു നൽകാമോ എന്ന്. അപ്പോൾ ബ്രഹ്മദേവൻ പറയുന്നു, ഞാൻ സ്വയമാണ് വരദാനം കൊടുത്തത്, എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന്. അതിനുശേഷം ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം ദേവേന്ദ്രൻ വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. വൈകുണ്ഠത്തിൽ പന്നകശൈലിയിൽ ലക്ഷ്മി സമേതനായി കിടക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിനെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമല്ലേ? എല്ലാവരും ഒന്ന് സങ്കല്പിച്ചു നോക്കും. ആ ഭഗവാന്റെ സമക്ഷത്തിലേക്ക് കയ്യിൽ ഗദയുള്ള, ചക്രമുള്ള, ശംഖുള്ള ആ ഭഗവാന്റെ സമക്ഷത്തിലേക്ക് ദേവേന്ദ്രൻ ചെല്ലുന്നു. എന്നിട്ട് ഭഗവാനോട് ചോദിക്കുന്നു, ഭഗവാനെ, എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു നൽകണമെന്ന്. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവും പറയുന്നു, എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന്. ഈ ഭഗവാൻ മഹാവിഷ്ണു മോഹിനി രൂപം സ്വീകരിച്ച് ഭസ്മാസുരനെ വധിച്ചിട്ടുണ്ട്. ഹിരണ്യാക്ഷനെ വധിക്കുവാനായി ഒരു വരാഹമായി, പന്നിയായി മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭഗവാന് പോലും ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. ബ്രഹ്മദേവൻ കൈമലർത്തി, ഭഗവാൻ മഹാവിഷ്ണു കൈമലർത്തി. ഇനി സ്വാഭാവികമായും ദേവേന്ദ്രൻ ആരുടെ അടുക്കലേക്കാണ് പോവുക? സാക്ഷാൽ മഹാദേവന്റെ അടുക്കലേക്ക്. അങ്ങനെ ദേവേന്ദ്രൻ കൈലാസത്തിൽ ചെല്ലുന്നു. കൈലാസത്തിൽ ചെന്ന്
കൈലാസത്തിൽ ചെന്ന് തന്റെ ദുഃഖം ദേവേന്ദ്രൻ മഹാദേവനോട് പറയുന്നു. മഹാദേവൻ തനിക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. അതിനുശേഷം എങ്ങനെയെങ്കിലും അരുണനെ തോൽപ്പിക്കണമല്ലോ, എങ്ങനെയെങ്കിലും അരുണനെ വധിക്കണം. അതിനായി ത്രിമൂർത്തികളും ദേവേന്ദ്രനും ഒരുമിച്ചൊരു ചർച്ച തന്നെ നടത്തുന്നു. അപ്പോഴാണ് ആകാശത്തിൽ നിന്നും ഒരു ശരീരി കേൾക്കുന്നത്, ദേവിയെ ഭജിക്കുവെന്ന്. ദേവേന്ദ്രൻ ഇത് കേട്ടതനുസരിച്ച് ദേവിയെ ഭജിക്കുവാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. ദേവേന്ദ്രനെക്കാട്ടിലൊക്കെ മുൻപ് അരുണൻ ദേവിയെ ഭജിച്ചിരുന്നു. അരുണൻ എന്നും ഗായത്രി മന്ത്രം ചൊല്ലിയിരുന്നു, ഗായത്രി ദേവിയെ ഭജിച്ചിരുന്നു. ദേവേന്ദ്രൻ അറിയാമായിരുന്നു ഗായത്രി മന്ത്രം ജപിക്കുന്ന അരുണനെ ദേവിയെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം തോൽപ്പിക്കുവാൻ സാധിക്കില്ല എന്ന്. അതിനാൽ ദേവേന്ദ്രൻ ബൃഹസ്പതി മഹർഷിയെ വിളിച്ചു വരുത്തുന്നു. ബൃഹസ്പതി മഹർഷി ദേവന്മാരുടെ ഗുരുവാണ്. ബൃഹസ്പതി മഹർഷിയെ വിളിച്ചു വരുത്തി ബൃഹസ്പതി മഹർഷിയോട് എന്തെങ്കിലും ചെയ്ത് അരുണനെ ഗായത്രി മന്ത്രം ചൊല്ലുന്നതിൽ നിന്നും തടയണം എന്ന് പറയുന്നു. ബൃഹസ്പതി മഹർഷി ഇത് ശ്രവിച്ച ശേഷം സ്വർഗത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ സ്വർഗത്തിലാണല്ലോ അരുണൻ താമസിക്കുന്നത്. സ്വർഗം പിടിച്ചെടുത്ത് സ്വർഗത്തിൽ താമസിക്കുന്ന അരുണനെ കണ്ട് ബൃഹസ്പതി മഹർഷി ചോദിക്കുന്നു, നീ വളരെ ശക്തിശാലിയല്ലേ, ദേവന്മാരെക്കാട്ടിലൊക്കെ ശക്തനല്ലേ, എന്നിട്ടും നീ എന്തിനാണ് ഒരു ദേവിയെ ഭജിക്കുന്നത്? സൂര്യദേവന് ശക്തി പകർന്നു നൽകുന്ന, തേജസ് പകർന്നു നൽകുന്ന ആ ഗായത്രി ദേവിയെ നീ എന്തിനാണ് ഭജിക്കുന്നത് എന്ന് അരുണനോട് ബൃഹസ്പതി മഹർഷി ചോദിക്കുന്നു. ഇത് അരുണന് ഭയങ്കര നാണക്കേടായി മാറുന്നു, വളരെ അപമാനമായി മാറുന്നു. അപ്പോൾ എല്ലാവരും അറിയുകയും ചെയ്തു. അരുണൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ദേവന്മാരെക്കാട്ടിലും ശക്തനാണ്, അങ്ങനെയുള്ള എനിക്ക് ഗായത്രി മന്ത്രം ജപിക്കേണ്ട ആവശ്യമില്ല. ആ ദിവസം മുതൽ അരുണൻ ഗായത്രി മന്ത്രം ജപിക്കുന്നത് നിർത്തി. അപ്പോൾ തന്നെ ദേവേന്ദ്രൻ പാർവതി ദേവിയെ, ഗായത്രി ദേവിയെ തപസ് ചെയ്യുവാൻ ആരംഭിച്ചു. അങ്ങനെ ദേവേന്ദ്രൻ കുറേ വർഷങ്ങളോളം തപസ് ചെയ്തു. അവസാനം ദേവേന്ദ്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്ത് വരദാനമാണ് വേണ്ടത്? അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, എന്തെങ്കിലും ചെയ്ത് അരുണനെ ഒന്ന് വധിക്കണം, അത് മാത്രം മതി എനിക്ക്. അപ്പോൾ തന്നെ ദേവി നിരവധി ഭ്രമരങ്ങളെ സൃഷ്ടിച്ചു. ഭ്രമരങ്ങൾ എന്നാൽ വണ്ട്. നിരവധി വണ്ടുകളെ സൃഷ്ടിച്ചു. വണ്ടുകളെ എണ്ണാൻ പോലും സാധിക്കില്ലായിരുന്നു, അത്രമാത്രം സംഖ്യയിലാണ് വണ്ടുകളെ സൃഷ്ടിച്ചത്. ഈ വണ്ടുകൾ കാരണം നമുക്ക് വണ്ടിന്റെ രൂപം അറിയാം, കറുത്ത രൂപം. ഇത് കാരണം പ്രപഞ്ചത്തിൽ ഉടനീളം ഇരുട്ട് പരന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ദേവി ഈ ഭ്രമരങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കുന്നു. സ്വർഗത്തിലാണല്ലോ അരുണൻ. ഈ ഭ്രമരങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അരുണനൊന്നും കാണുവാൻ പോലും സാധിക്കുന്നില്ല. അരുണന്റെ ചുറ്റും അന്ധകാരം. ഈ ഭ്രമരങ്ങളെല്ലാം കൂടി അരുണന്റെ ഹൃദയം തുളച്ച് അരുണനെ കൊല്ലുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, അരുണൻ ചോദിച്ച വരദാനം ഒരു സ്ത്രീയോ പുരുഷനോ അരുണനെ വധിക്കരുത്, നപുംസകം അരുണനെ വധിക്കരുത്, നാൽക്കാലുകൾ അരുണനെ വധിക്കരുത്, അല്ലെങ്കിൽ ശസ്ത്രാസ്ത്രങ്ങളാൽ അരുണനെ വധിക്കരുത് എന്നതാണ്. ഇവിടെ ഈ ഷഡ്പദങ്ങൾ, ഈ വണ്ടുകൾ അരുണനെ വധിക്കുന്നത് സ്വന്തം കാലുകളാൽ അരുണന്റെ ഹൃദയം തുളച്ചുകൊണ്ടാണ്. അരുണന്റെ വധശേഷം ദേവേന്ദ്രൻ വളരെ സന്തുഷ്ടനാകുന്നു. ഒപ്പം പാർവതി ദേവിയും വളരെ സന്തുഷ്ടയാകുന്നു. ദേവേന്ദ്രനും മറ്റു ദേവന്മാരും ദേവിയുടെ മേൽ പുഷ്പവൃഷ്ടി നടത്തുന്നു. ദേവിയെ ഭജിക്കുന്നു, ദേവിയെ പൂജിക്കുന്നു, വാദ്യമേളങ്ങളാൽ ആഘോഷിക്കുന്നു. ദേവിയാകട്ടെ വളരെ സന്തുഷ്ടയായി എല്ലാവർക്കും വരദാനങ്ങളൊക്കെ നൽകുന്നു. ഈ കഥയിൽ നിന്നും നമുക്ക് നിരവധി പാഠങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കും. പുരാണ കഥകളുടെ വളരെ വലിയ ഒരു പ്രത്യേകത ഇതാണ്. ഒരു കഥയിൽ നിന്നും നിരവധി വ്യത്യസ്തങ്ങളായ പാഠങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആദ്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സനാതനധർമ്മം സ്ത്രീക്ക് നൽകുന്ന മഹത്വമാണ്. ഇവിടെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് ഒരു ഉപായം കണ്ടെത്തുവാൻ സാധിക്കാതെ ഇരുന്നപ്പോൾ ഒരു സ്ത്രീ, ഒരു ദേവി ഉപായം കണ്ടെത്തുകയും നിഷ്പ്രയാസം അരുണനെ വധിക്കുകയും ചെയ്യുന്നു. ക്ഷണങ്ങൾക്കുള്ളിൽ അരുണനെ വധിക്കുന്നു. സനാതനധർമ്മത്തിൽ എവിടെ ഈശ്വരനുണ്ടോ അവിടെ ഈശ്വരിയുമുണ്ട്, എവിടെ ദേവനുണ്ടോ അവിടെ ദേവിയുമുണ്ട്, എവിടെ ഋഷിയുണ്ടോ അവിടെ ഋഷികയുമുണ്ട്. സ്ത്രീക്ക് സനാതനധർമ്മം നൽകുന്നത്ര മഹത്വം നൽകുന്ന മറ്റൊരു ധർമ്മവും ഇല്ലെന്ന് ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ കൂടെ തന്നെ പറയുവാൻ സാധിക്കും. അരുണൻ ആദ്യം താമസിച്ചിരുന്നത് രസാതലത്തിലാണ്. രസാതലം അസുരന്മാരുടെ ലോകമാണ്. ആ ലോകത്തിന്റെ അധിപതി രാജാവായിരുന്നു അരുണൻ. രസാതലം അല്ലെങ്കിൽ അസുര ലോകം നാം വിചാരിക്കുന്നത് പോലെ ഏറെ ദുഃഖകരമായ ഒരു ലോകമല്ല, ഏറെ സുഖ സൗകര്യങ്ങളുള്ള ഒരു ലോകം തന്നെയാണ്. അരുണന് ബ്രഹ്മദേവനിൽ നിന്നും എത്ര ശ്രേഷ്ഠമായ ഒരു വരദാനം ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ അരുണന് ആ വരദാനത്തോടുകൂടി രസാതലത്തെ രാജാവായി മാറാൻ പോരായിരുന്നു. അല്ല,
അത്യാഗ്രഹം ഉണ്ടായിരുന്നു അരുണന്. സ്വർഗലോകം പിടിച്ചെടുക്കണം എന്ന അത്യാഗ്രഹം. ഈ അത്യാഗ്രഹമാണ് അരുണനെ അധഃപതനത്തിലേക്ക് നയിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അരുണൻ രസാതലത്തിൽ തന്നെയായിരുന്നുവെങ്കിൽ, അരുണൻ ദേവലോകം പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ, ദേവേന്ദ്രനെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ അരുണന് സുഖത്തോടെ വാണരുളാമായിരുന്നു. എന്നാൽ ഈ അത്യാഗ്രഹം അരുണനെ അധഃപതനത്തിലേക്ക് നയിച്ചു. ഒപ്പം അരുണന്റെ അധഃപതനം ആരംഭിക്കുന്നത് അരുണൻ ഗായത്രി മന്ത്രം ജപിക്കുന്നത് നിർത്തിയ അന്നു മുതലാണ്. എന്ന് അരുണൻ ഗായത്രി മന്ത്രം ജപിക്കുന്നത് നിർത്തിയോ അന്ന് ആരംഭിച്ചു അരുണന്റെ അധഃപതനം. അത്രമാത്രം ശക്തിയുള്ള മന്ത്രമാണ് ഗായത്രി മന്ത്രം. ദേവേന്ദ്രൻ ഉറപ്പുണ്ടായിരുന്നു ഗായത്രി മന്ത്രം ജപിക്കുന്ന അർജുനനെ അങ്ങനെയൊന്നും തോൽപ്പിക്കുവാൻ സാധിക്കില്ല എന്ന്. അതിനാലാണ് ബൃഹസ്പതി മഹർഷി വഴി അരുണനെ ഗായത്രി മന്ത്രം ജപിക്കുന്നത് നിർത്തിച്ചത്. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ ഏറെ ഉത്തമം, ഏറ്റവും ഉത്തമമെന്ന് മഹർഷിമാർ ഉദ്ഘോഷിച്ച മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രത്തിന് നിരവധി സവിശേഷതകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ബുദ്ധിമുട്ട് എന്ന് പറയാറുണ്ട്. ബുദ്ധിമുട്ട് അതായത് ബുദ്ധിക്കൊരു തടസ്സം. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല, എന്ത് പറയണം എന്ന് മനസ്സിലാകുന്നില്ല, എന്തു ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാകുന്നില്ല, എന്ത് പറയാൻ പാടില്ല എന്ന് മനസ്സിലാകുന്നില്ല. പറയാൻ പാടില്ലാത്തത് പറയുന്നു, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നു, പറയേണ്ടതൊട്ട് പറയുന്നുമില്ല, ചെയ്യേണ്ടത് ചെയ്യുന്നുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നാം ബുദ്ധിമുട്ട് എന്ന് വിളിക്കാറുണ്ട്. എപ്പോഴാണ് ഈ ബുദ്ധിമുട്ട് സംഭവിക്കുക? നമ്മുടെ മനസ്സിലാകെ അന്ധകാരം വ്യാപിക്കുമ്പോൾ. ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വ്യാപിക്കുന്ന അന്ധകാരത്തെ നമുക്ക് ദൂരീകരിച്ച് നമ്മുടെ മനസ്സിൽ പ്രകാശം സ്ഫുരിപ്പിക്കുവാൻ സാധിക്കും. ഗായത്രി മന്ത്രം ജപിക്കുകയാണെങ്കിൽ പറയേണ്ടത് പറയുവാനും ചെയ്യേണ്ടത് ചെയ്യുവാനും, പറയാൻ പാടില്ലാത്തത് പറയാതെ ഇരിക്കുവാനും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതെ ഇരിക്കുവാനും സാധിക്കും. ഏത് സമയത്ത് ഗായത്രി മന്ത്രം ജപിച്ചാലും അത് ഉത്തമമെങ്കിലും ഏറ്റവും ഉത്തമമായ 3 സമയങ്ങളുണ്ട്. 1 സൂര്യോദയത്തിന് മുൻപ്, അതായത് പ്രഭാത സന്ധ്യ. 2 നട്ടുച്ച സമയത്ത്. 3 സന്ധ്യ, അതായത് സായം സന്ധ്യ, നമ്മൾ വിളക്ക് കൊളുത്തുന്ന സമയം. രാവിലെ പ്രഭാത സന്ധ്യയ്ക്ക് നമ്മൾ ഗായത്രി മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഗായത്രി ദേവി അപ്പോൾ സരസ്വതി ഭാവത്തിലാണ്. അങ്ങനെ പ്രഭാത സമയത്ത്, സൂര്യോദയത്തിന് മുൻപ് പ്രഭാത സന്ധ്യാസമയത്ത് ഗായത്രി ദേവിയെ ഭജിക്കുകയാണെങ്കിൽ, ഗായത്രി മന്ത്രം ജപിക്കുകയാണെങ്കിൽ നമുക്ക് ജ്ഞാനം ലഭിക്കും, അത്യഗാധമായ ജ്ഞാനം ലഭിക്കും. നട്ടുച്ച സമയത്താണെങ്കിലോ ഗായത്രി ദേവി ദുർഗാഭാവത്തിലാണ്. ആ സമയത്ത് ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ശക്തി ലഭിക്കും, ആരോഗ്യം ലഭിക്കും, ശത്രു നിവാരണം സംഭവിക്കും. ഇനി സായം സന്ധ്യാസമയത്ത്, നമ്മൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് നാം ഗായത്രി ദേവിയെ ഭജിക്കുകയാണെങ്കിൽ ഗായത്രി ദേവി ലക്ഷ്മി ഭാവത്തിലാണ്. നമുക്ക് ഐശ്വര്യം ലഭിക്കും, നമുക്ക് സമൃദ്ധി ലഭിക്കും. ഗായത്രി മന്ത്രം 108 തവണ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എങ്കിൽ പോലും നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ കാരണം, തിരക്കുകൾ കാരണം അത് സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയെങ്കിൽ 3 തവണയെങ്കിലും ഗായത്രി മന്ത്രം ജപിക്കുവാൻ ശ്രമിക്കുക. ഗായത്രി മന്ത്രം ഗൃഹങ്ങളിൽ നിന്ന് ജപിക്കുന്നത് ഉത്തമമാണ്. എങ്കിൽ പോലും അതിലെല്ലാം ഉത്തമം തീർത്ഥസ്ഥലങ്ങളിൽ ഇരുന്ന് ഗായത്രി മന്ത്രം ജപിക്കുന്നതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ജപിക്കുകയാണെങ്കിൽ ഫലസിദ്ധി വളരെയധികം വർദ്ധിക്കും. കാരണം വിഷ്ണു ഭഗവാന്റെ ഹൃദയത്തിലാണ് ഗായത്രി ദേവി വസിക്കുന്നത് എന്നതുകൊണ്ടാണ്. ഏതൊരു കീർത്തനത്തിന് മുൻപും ഏതൊരു ശ്ലോകത്തിന് മുൻപും നമുക്ക് ഗായത്രി മന്ത്രം ജപിക്കാം. അങ്ങനെയെങ്കിൽ ആ കീർത്തനത്തിന്റെ ഫലസിദ്ധി 2 ആയി വർദ്ധിക്കും. അപവിത്രമെന്ന് കൽപ്പിക്കപ്പെടുന്ന സമയങ്ങളിൽ പോലും നമുക്ക് ഗായത്രി മന്ത്രം ജപിക്കുവാൻ സാധിക്കും. ഏതവസ്ഥയിലും ഗായത്രി മന്ത്രം ജപിക്കാം. വാലായ്മയുള്ള സമയത്തെങ്കിലും, പുലയുള്ള സമയത്തെങ്കിലും, ആർത്തവമുള്ള സമയത്തെങ്കിലും, എപ്പോഴാണെങ്കിലും ഗായത്രി മന്ത്രം ജപിക്കാം. അപവിത്രമെന്ന് കൽപ്പിക്കപ്പെടുന്ന സമയത്തെല്ലാം നമുക്ക് ഗായത്രി മന്ത്രം ജപിക്കുവാൻ സാധിക്കും. ഗായത്രി ദേവി അന്നപൂർണ ദേവിയുമാണ്. അതിനാൽ തന്നെ ഗായത്രി മന്ത്രം ജപിക്കുന്നവരുടെ വീട്ടിൽ അന്നത്തിന് മുട്ടുണ്ടാവുകയില്ല, അന്നത്തിന് ഒരിക്കലും ഒരു കുറവുണ്ടാവുകയില്ല. ഗായത്രി മന്ത്രം ഒരു വീട്ടിൽ എല്ലാവരും ജപിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ശാന്തിയും സമാധാനവും കളിയാടും. നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ബുദ്ധിമുട്ട് മാറ്റുവാൻ ഗായത്രി മന്ത്രത്തിന് സാധിക്കുമെന്ന്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ ശാന്തി നശിക്കുകയും ഒരു വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാകുന്നു. അങ്ങനെ ഒരു വീട്ടിലെ കലഹങ്ങൾ ഇല്ലാതെയാകുകയും ശാന്തി ഉണ്ടാവുകയും ചെയ്യുന്നു.
നമ്മൾ ശ്ലോകങ്ങൾക്കൊക്കെ ഒരു സങ്കല്പം നൽകാറുണ്ട്. പലപ്പോഴും ഇങ്ങനെ ഒരു ദേവിയുടെ സങ്കല്പം അല്ലെങ്കിൽ ഒരു ദേവന്റെ സങ്കല്പം നൽകി വരുന്നു. ഗായത്രി മന്ത്രത്തിന്റെ ദേവീ സങ്കല്പം ഗായത്രി ദേവിയാണ്. 5 മുഖങ്ങളുള്ള ദേവി. ദേവിയുടെ 5 മുഖങ്ങളും ഗായത്രി മന്ത്രത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ സൂചിപ്പിക്കുന്നു. ഓം ഭൂർഭുവഃസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഗായത്രി ദേവിയുടെ ആദ്യ ശിരസ് ഓം എന്നതിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ശിരസ്സാകട്ടെ ഭൂർഭുവഃസ്വഃ എന്നതിനെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ ശിരസ് തത്സവിതുർവരേണ്യം എന്നതിനെ സൂചിപ്പിക്കുന്നു. നാലാമത്തെ ശിരസ് ഭർഗോ ദേവസ്യ ധീമഹി എന്നതിനെ സൂചിപ്പിക്കുന്നു. അഞ്ചാമത്തെ ശിരസ് ധിയോ യോ ന പ്രചോദയാത് എന്നതിനെ സൂചിപ്പിക്കുന്നു. ഓം ഭൂർഭുവഃസ്വഃ. ഭൂർഭുവഃസ്വഃ എന്നാൽ ഭൂർലോകം, ഭുവർലോകം, സ്വർഗലോകം. തത്സവിതുർവരേണ്യം ഇവിടെ ഉദ്ദേശിക്കുന്നത് സൂര്യൻ ഭുവർലോകം, ഭൂർലോകം, സ്വർഗലോകം എന്നീ സ്ഥലങ്ങൾക്ക് പ്രകാശം നൽകുന്ന സൂര്യന്റെ തേജസ്, അതിനെ ഞങ്ങൾ നമിക്കുന്നു, അതിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ തേജസ് ഞങ്ങളുടെ ഉള്ളിലും ജ്ഞാനത്തിന്റെ പ്രകാശം പരത്തട്ടെ, ജ്ഞാനം പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ദിവ്യ തേജസ്സിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നതാണ് ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം. ഇങ്ങനെയുള്ള ഇത്രയും മഹിമകളുള്ള ഗായത്രി മന്ത്രം ജപിച്ച കാലം അത്രയും അരുണനം ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്ന് ഈ ക്ഷേത്രത്തിൽ നിന്നും പിരിയുമ്പോൾ നമുക്ക് ഏവർക്കും ഗായത്രി മന്ത്രം എന്നും നമ്മുടെ വീടുകളിൽ ചൊല്ലും എന്ന് തീരുമാനിക്കാം, അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ ഭാഗവത പാരായണം നടത്തി വരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭജിച്ചു വരുന്നു. ഈ പുണ്യസന്നിധിയിൽ ഏവർക്കും അറിയാവുന്നതെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് ഏതാനും വാക്കുകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഏവർക്കും അറിയാം ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച്. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മറ്റ് അവതാരങ്ങളിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തനായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ 19 അടയാളങ്ങളുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിലുമുണ്ട്. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ ഈ 19 അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഊർധ്വരേഖ, അഷ്ടകോണം, മത്സ്യം, താമര തുടങ്ങി 19 അടയാളങ്ങൾ. ഇതിനാൽ തന്നെയാണ് ഭഗവാനെ പരിപൂർണ പുരുഷോത്തമ അവതാരം എന്ന് വിളിക്കുന്നത്. ഒപ്പം ധർമാർത്ഥകാമ മോക്ഷങ്ങൾ 4നെയും ജയിച്ച വ്യക്തിയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. ശ്രീരാമചന്ദ്രന്റെ കാര്യത്തിൽ നാം എങ്ങനെയാണ് പറയുക? രാമോ വിഗ്രഹവാൻ ധർമ്മ. അതായത് ധർമ്മം ഒരു വിഗ്രഹരൂപം എടുക്കുകയാണെങ്കിൽ അത് സാക്ഷാത് ശ്രീരാമചന്ദ്രനായിരിക്കും. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുകയില്ല. കാരണം ധർമ്മത്തെ മാത്രമല്ല, മറിച്ച് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ 4നെയും ജയിച്ച വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ ജന്മത്തിലെ നിരവധി ലക്ഷ്യങ്ങളിൽ ഒന്ന് കംസവധമായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ കംസന്റെ സഹോദരിയായ ദേവകിയുടെയും വസുദേവരുടെയും മകനായാണ് ജനിക്കുന്നത്. ജനിച്ച ശേഷം തന്നെ ഭഗവാന് സ്വന്തം നാട്ടിൽ നിന്നും മധുരയിൽ നിന്നും പലായനം ചെയ്ത് ഗോകുലത്തിലേക്ക് പോകേണ്ടി വരുന്നു. അവിടെയായിട്ടും കംസനാൽ ഐക്യപ്പെട്ട നിരവധി രാക്ഷസന്മാർ, അസുരന്മാർ ഭഗവാനെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നു. നാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖം ഉണ്ടാകുമ്പോൾ ഭഗവാനെ സ്മരിക്കാറുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനോട് നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതം നോക്കൂ. ജനിക്കുന്നത് തന്നെ കാരാഗൃഹത്തിലാണ്. ഭഗവാന്റെ അച്ഛനും അമ്മയും കാരാഗൃഹത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഭഗവാന്റെ അമ്മാവൻ ഭഗവാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഭഗവാനെ വധിക്കുവാനായി ശ്രമിക്കുന്നു. ജനിച്ച ഉടനെ തന്നെ പലായനം ചെയ്യേണ്ടി വരുന്നു. നിരവധി വർഷങ്ങളോളം മാതാപിതാക്കളെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്നു. ഭഗവാന്റെ കുട്ടിക്കാലം ഉടനീളം നിരവധി അസുരന്മാരാൽ ആക്രമിക്കപ്പെടുന്നു. എന്നിട്ട് പോലും ഈ ദുഃഖങ്ങളെയെല്ലാം ഒരു പുഞ്ചിരിയോടുകൂടിയാണ് ഭഗവാൻ നേരിട്ടിരുന്നത്. ഒരിക്കൽ പോലും ഭഗവാൻ ഉദാസീനനായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. എപ്പോഴും ഒരു പുഞ്ചിരിയോടെയുള്ള ഭഗവാന്റെ സുസ്മേര വദനമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഇത് നമുക്ക് മാതൃകയാവണം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഒരു പുഞ്ചിരിയോടെ നേരിടുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഏവർക്കും പൂതനാവധത്തെ കുറിച്ചറിയാം. യോഗമായ ദേവിയിൽ നിന്നും ഭഗവാൻ ഗോകുലത്തിലുണ്ട് എന്നറിയുന്ന കംസൻ ഭഗവാനെ വധിക്കുവാനായി ആദ്യം അയക്കുന്ന ആളാണ് പൂതന. പൂതന ഗോകുലത്തിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് നന്ദഗോപരുടെയും യശോദയുടെയും മഹായശസ്വിയായ കുഞ്ഞിനെ കുറിച്ചാണ്. അപ്പോൾ പൂതന ഉറപ്പിക്കുന്നു, ഇത് തന്നെയായിരിക്കും കംസന്റെ ഘാതകനാകും എന്ന ശരീരി പറഞ്ഞ കുഞ്ഞ് എന്ന്. അങ്ങനെ പൂതന
നന്ദഗോപരുടെയും യശോദയുടെയും ഗൃഹത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കൃഷ്ണനെ കാണുന്നു. കൃഷ്ണന്റെ ആ സുസ്മേരവദനം, സുമുഖവദനം, സുന്ദരവദനം കാണുന്നു. അപ്പോൾ പൂതനയുടെ ഉള്ളിൽ മാതൃമനോഭാവം, മാതൃവാത്സല്യം ഉണരുന്നു. പൂതന ഭഗവാനെ മാറോട് ചേർത്ത് വെക്കുന്നു. അപ്പോഴാണ് പൂതന ഓർക്കുന്നത്, ഈ കുഞ്ഞിനെ സ്നേഹിക്കാനല്ല വധിക്കാനാണ് കംസൻ തന്നെ അയച്ചത് എന്ന്. അപ്പോൾ ഏറെ ദുഃഖത്തോടുകൂടി ഈ കുഞ്ഞിനെ വധിക്കേണ്ടത് തനിക്ക് കംസനിൽ നിന്ന് ലഭിച്ച ആജ്ഞയാണെന്ന് ഓർത്തുകൊണ്ട് പൂതന ആ കുഞ്ഞിനെ വധിക്കുവാൻ ശ്രമിക്കുന്നു. പൂതനയുടെ മുലപ്പാലിൽ വിഷം പുരട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുടിപ്പിച്ച് ഭഗവാനെ കൊല്ലാം എന്നാണ് പൂതന വിചാരിച്ചിരുന്നത്. എന്നാൽ അത് സംഭവിച്ചില്ല. പകരം പൂതനയുടെ ശക്തി ക്ഷയിച്ച് പൂതന ഭഗവാനാൽ വധിക്കപ്പെടുന്നു. പൂതനയെ ഭഗവാൻ വധിക്കുന്ന ഈ സംഭവത്തെ കുറിച്ച് നാം പൂതന വധം എന്ന് പറയുന്നതിൽ എത്രയോ കൂടുതൽ നാം പൂതന മോക്ഷം എന്നാണ് പറയുക. പൂതനയെ ഭഗവാൻ വധിക്കുകയായിരുന്നില്ല, പൂതനയ്ക്ക് മോക്ഷം നൽകുകയായിരുന്നു. ഭഗവാനെ മാതൃമനോഭാവത്തോടു കൂടി നോക്കിയ വ്യക്തിയാണ് പൂതന. ഭഗവാന് മുലപ്പാൽ നൽകിയിരുന്നു. മുലപ്പാൽ നൽകി കുറച്ചു നേരത്തേക്ക് ഇച്ചിരി മുലപ്പാൽ നൽകി എന്ന കാരണത്താൽ, അതും വിഷം പുരട്ടിയ മുലപ്പാൽ, ഭഗവാൻ പൂതന എന്ന അസുര സ്ത്രീക്ക് മോക്ഷം നൽകുന്നു. എന്നാൽ നാം എന്താണ് ചെയ്യുന്നത്? ഒരു ജീവായുസ് മുഴുവൻ നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ നടത്തുന്ന നമ്മുടെ അച്ഛനമ്മമാരെ നാം വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കുന്നു. അച്ഛനമ്മമാരെ ദ്രോഹിക്കുന്ന, വൃദ്ധസദനങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ഈ സംസ്കാര ശൂന്യത നമുക്ക് ചേർന്നതല്ല. പൂതനയ്ക്ക് ശേഷവും നിരവധി അസുരന്മാർ ഭഗവാനെ ആക്രമിക്കാനായി എത്തുന്നുണ്ട്. അതിനുശേഷം ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പോകുന്നു. വൃന്ദാവനത്തിലെത്തിയപ്പോൾ കാളിയൻ വന്നു. വളരെ വിഷമേറിയ സർപ്പമായിരുന്നു കാളിയൻ. കാളിയൻ വൃന്ദാവനത്തിന്റെ മുഴുവൻ ജലസ്രോതസ്സായിരുന്ന കാളിന്തിയെ, യമുനയെ മലിനീകരിക്കുന്നു. ഭഗവാൻ കാളിയന് മേൽ നൃത്തം ചെയ്ത് കാളിയന്റെ ഉള്ളിലെ വിഷം ഇല്ലാതെയാക്കുകയും കാളിന്തിയെ രക്ഷിക്കുകയും അതുവഴി വൃന്ദാവനത്തെ മുഴുവൻ രക്ഷിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം കാളിയൻ ഭഗവാനോട് മാപ്പ് ചോദിക്കുമ്പോൾ ഭഗവാൻ കാളിയന് മാപ്പ് നൽകുന്നുണ്ട്. ഇവിടെ നമുക്ക് നിരവധി പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കും. നാം എപ്പോഴാണ് നൃത്തം ചെയ്യുക? എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടാകുമ്പോൾ. എന്നാൽ ഭഗവാൻ എപ്പോഴാണ് നൃത്തം ചെയ്തിരിക്കുന്നത്? ഒരു അസുരനെ നേരിട്ടപ്പോൾ, ഒരു ദുഷ്ടനെ നേരിട്ടപ്പോൾ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വിശൈലമായ സർപ്പത്തെ നേരിട്ടപ്പോഴാണ് ഭഗവാൻ നൃത്തം ചെയ്യുന്നത്. ഒരു പുഞ്ചിരിയോടുകൂടി, സന്തോഷത്തോടുകൂടി ഇങ്ങനെയുള്ള ആപത്തുകളെ ഭഗവാൻ നേരിട്ടു. കാളിയന്റെ മേൽ ഭഗവാൻ നൃത്തം ചെയ്ത് കാളിയന്റെ ഉള്ളിലെ തിന്മകളെ നശിപ്പിക്കുന്നു. ഭഗവാനെ തന്റെ ഉള്ളിലെ തിന്മകളെ നശിപ്പിക്കുവാൻ കാളിയൻ അനുവദിക്കുന്നു. ഇതുപോലെ നാമും നമ്മുടെ ഉള്ളിലെ തിന്മകളെ നശിപ്പിക്കുവാൻ ഭഗവാനെ അനുവദിക്കുകയാണെങ്കിൽ ഭഗവാൻ അത് ചെയ്യുക തന്നെ ചെയ്യും. ഒപ്പം നമ്മുടെ ഉള്ളിലെ സത്വഗുണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിരവധി കാളിയന്മാരെ കാണുവാൻ സാധിക്കും. നമ്മുടെ പരിസരങ്ങൾ മലിനീകരിക്കുന്ന, എല്ലാം നശിപ്പിക്കുന്ന, നദികളെയും പുഴകളെയും പൊതുവായുള്ള റോഡുകളെയും എല്ലാം നശിപ്പിക്കുന്ന നിരവധി കാളിയന്മാർ. ഇങ്ങനെയുള്ള കാളിയന്മാരെ നേരിടുവാൻ നാം ഓരോരുത്തരും ശ്രീകൃഷ്ണന്മാരായി മാറേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ഇങ്ങനെയുള്ള കാളിയന്മാരാകുന്നില്ല നമ്മൾ എന്ന് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. നാം നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ ഭൂമിയെ, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ നിരവധി അസുരന്മാരെ കംസൻ ഭഗവാനെ വധിക്കാൻ അയക്കുന്നുണ്ട് എങ്കിൽ പോലും ആരും വിജയശ്രീലാളിതരായല്ല തിരിച്ചു വരുന്നത്, തിരിച്ചുപോലും വരുന്നില്ല. അപ്പോൾ കംസൻ തീരുമാനിക്കുന്നു, ഇനി ഞാൻ സ്വയം എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ മറ്റൊന്നും സാധിക്കില്ല എന്ന്. അങ്ങനെ കംസൻ അക്രൂരൻ വഴി ഭഗവാനെയും ഭഗവാന്റെ ജ്യേഷ്ഠനായ ബലരാമനെയും മധുരയിലേക്ക് ഒരു മല്ലയുദ്ധത്തിനായി വിളിക്കുന്നു. ആ മല്ലയുദ്ധത്തിൽ ഭഗവാൻ നേരിടുന്നത് ചാണൂരനെയും കംസനെയുമാണ്. ചാണൂരനും കംസനെയും ഭഗവാൻ വധിക്കുന്നു. വധിച്ച ശേഷം കംസനും ഭഗവാൻ മോക്ഷം നൽകുന്നുണ്ട്. എന്തിനായിരിക്കും ഭഗവാൻ കംസന് മോക്ഷം നൽകിയത്? ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് എങ്കിൽ പോലും സ്വന്തം ജീവിതത്തിന്റെ ഒരു പ്രധാന പങ്ക് ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്നു കംസൻ. സ്വന്തം ജീവിതത്തിന്റെ ഒരു പ്രധാന പങ്ക് എപ്പോഴും കംസൻ ചിന്തിച്ചിരുന്നത് കൃഷ്ണനെ കുറിച്ചായിരുന്നു. കൃഷ്ണനെ എങ്ങനെ വധിക്കാം എന്നതാണെങ്കിൽ പോലും കൃഷ്ണനെ കുറിച്ചാണ് എപ്പോഴും കംസൻ ചിന്തിച്ചിരുന്നത്. ഇതിനാലാണ് ഭഗവാൻ കംസന് മോക്ഷം നൽകുന്നത്. സമാനമായൊരു കഥ നാരായണീയത്തിലും കാണുവാൻ സാധിക്കും. അജാമിള മോക്ഷം. അജാമിളൻ ഭഗവാൻ നാരായണനിൽ വിശ്വസിച്ചിരുന്നില്ല. എങ്കിൽ പോലും അജാമിളന്റെ പുത്രന്മാരിൽ ഒരാൾക്ക് നാരായണൻ എന്ന പേരാണ് നൽകുന്നത്. ഈ പുത്രൻ അജാമിളന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായി മാറുന്നു.
പുത്രനായ നാരായണനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുവാൻ അജാമിളൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എപ്പോഴും നാരായണ നാരായണ എന്ന് വിളിച്ച് എപ്പോഴും നാരായണ എന്നായിരുന്നു വിളിക്കുന്നത്. ആ അജാമിളനും ഭഗവാൻ മോക്ഷം നൽകിയിട്ടുണ്ട്. ഇവിടെ കാണുവാൻ സാധിക്കും, മനസ്സിൽ തിന്മ നിറച്ച് ഭഗവാനെ ശത്രുതാഭാവത്തോടുകൂടി മനസ്സിൽ പ്രതിഷ്ഠിച്ച ഒരു വ്യക്തിക്ക് ഭഗവാൻ മോക്ഷം നൽകുന്നു. യാതൊരു ഭക്തിയുമില്ലാതെ ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച, എപ്പോഴും ഭഗവാന്റെ പേര് ഉച്ചരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിക്കും ഭഗവാൻ മോക്ഷം നൽകുന്നു. അങ്ങനെയെങ്കിൽ ചിന്തിച്ചു നോക്കൂ, ഭക്തിയോടുകൂടി നാം ഭഗവാനെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ഭഗവാൻ നമുക്ക് എന്തെല്ലാം നൽകുമെന്ന്. ഭഗവാനെ നാം സ്നേഹത്തോടെ മഖൻചോർ, വെണ്ണക്കള്ള എന്നൊക്കെ വിളിക്കാറുണ്ട്. ഭഗവാൻ വെണ്ണ മോഷ്ടിച്ചിരുന്നു എന്നതുകൊണ്ടാണ് നാം ഭഗവാനെ വെണ്ണക്കള്ളൻ, മഖൻചോർ എന്നൊക്കെ വിളിക്കുന്നത്. എന്നാൽ ഭഗവാൻ എന്തിനാണ് വെണ്ണ മോഷ്ടിച്ചിരുന്നത്? മധുരയുടെ കീഴിലുള്ള പ്രദേശമായിരുന്നു ഗോകുലം. മധുരയിൽ ഒരു നിയമമുണ്ടായിരുന്നു. മധുരയിൽ ആരെല്ലാമാണോ പശുവിനെ വളർത്തുന്നത് അവരെല്ലാം ആ പശുവിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന മുഴുവൻ വെണ്ണയും ഹംസന് നൽകണമെന്ന്. ഇതിനാൽ തന്നെ ഗോകുലത്തിൽ ഉള്ള കുട്ടികൾക്ക് ആർക്കും വെണ്ണ ലഭിച്ചിരുന്നില്ല. വെണ്ണയിലൂടെയുള്ള പോഷണവും ലഭിച്ചിരുന്നില്ല. അതിനാലാണ് ഭഗവാൻ വെണ്ണ മോഷ്ടിച്ചിരുന്നത്. സ്വന്തം സഹോദരങ്ങൾക്ക് നൽകുവാൻ വേണ്ടി, സഹോദരങ്ങളെ പോലെ ഭഗവാൻ കണ്ട സ്വന്തം സുഹൃത്തുക്കൾക്ക് നൽകുവാൻ വേണ്ടിയാണ് ഭഗവാൻ വെണ്ണ മോഷ്ടിച്ചിരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അന്ന് ഭഗവാൻ സ്വന്തം സുഹൃത്തുക്കൾക്ക് ഇച്ചിരി വെണ്ണ നൽകി എന്ന കാരണത്താൽ ഇന്നും ഭഗവാന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും നാം ഭഗവാന് വേദ്യമായി നൽകുന്നത് വെണ്ണയാണ്. എത്ര എത്ര വെണ്ണ! അന്ന് കുറച്ച് വെണ്ണ നൽകിയത് കൊണ്ട് ഇന്ന് ഭഗവാൻ എത്രമാത്രം വെണ്ണയാണ് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നാം നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും നല്ലതെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതതിന്റെ 10 മടങ്ങായി നമുക്ക് തിരിച്ചു ലഭിക്കും. അതോടൊപ്പം ആർക്കെങ്കിലും തിന്മ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതും അതിന്റെ 10 മടങ്ങായി നമുക്ക് തിരിച്ചു ലഭിക്കും. ഭഗവാൻ ഗോകുലത്തിലായിരിക്കെ ഒരിക്കൽ ഒരു ഗോപികയുടെ ഗൃഹത്തിൽ നിന്നും വെണ്ണ മോഷ്ടിച്ചു. ആ ഗോപിക ഭഗവാനെ കയ്യോടെ പിടിച്ചു, ഭഗവാനെ ശകാരിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഗോപികാമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അത് ഞാൻ ചെയ്തു തരാം. ഗോപിക പറഞ്ഞു, എങ്കിൽ ശരി, നീ അവിടേക്ക് നോക്കൂ. അവിടെ ഒരു ചാണകവരളി കാണുവാൻ സാധിക്കുന്നില്ലേ? അത് നീ അവിടെ നിന്ന് ഇവിടേക്ക് എടുത്തുകൊണ്ട് വരണം എന്ന് ഗോപിക ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ശരി, ഞാൻ ചെയ്യാം. അങ്ങനെ ഭഗവാൻ സ്വന്തം കുഞ്ഞു കൈകളാൽ ആ ചാണകവരളി എടുത്തുകൊണ്ടുവന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, കുഞ്ഞായ ഉണ്ണികൃഷ്ണൻ സ്വന്തം കുഞ്ഞു കൈകളാൽ ആ സുസ്മേര വദനമുള്ള ഭഗവാൻ ആ ചാണകവരളി എടുത്തുകൊണ്ട് വരുന്നത് നമ്മുടെ മനസ്സിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ചിത്രമാണ്. ഭഗവാന്റെ ആ സുന്ദര മുഖം, ആ സുസ്മേര വദനം. അങ്ങനെ ചാണകവരളി ഗോപികയുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. ഗോപിക പറയുന്നു, ശരി, നിനക്ക് ഞാൻ വെണ്ണയൊക്കെ തരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നീ എനിക്ക് വേണ്ടി ആ ഓടക്കുഴൽ ഒന്ന് വായിക്കണം. ഇത് കേട്ട ഭഗവാൻ ഓടക്കുഴൽ വായിക്കുവാനും ആരംഭിക്കുന്നു. ജഗന്നാഥനായ ഭഗവാൻ, ജഗത് സഞ്ചാലകനായ ഭഗവാൻ, പരബ്രഹ്മമായ ഭഗവാൻ, പരംപൊരുളായ ഭഗവാൻ, ഇങ്ങനെയുള്ള ഭഗവാൻ ഒരു നിസ്സാരയായ ഗോപികയുടെ ചൊൽപ്പടിക്കൊത്ത് പ്രവർത്തിക്കുന്നു. എന്നാൽ നാം എന്താണ് ചെയ്യുന്നത്? ജീവിതത്തിലെ ചില ചെറിയ ചെറിയ വിജയങ്ങൾക്ക് ശേഷം നമ്മുടെ അച്ഛനമ്മമാരെ പോലും, നമ്മുടെ ഗുരുക്കന്മാരെ പോലും നാം മാനിക്കുന്നില്ല. ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു നൽകുകയാണ്, എളിമയുള്ളവരായിരിക്കൂ, ബഹുമാനമുള്ളവരായിരിക്കൂ എന്ന്. ഭഗവാൻ 16,008 വിവാഹങ്ങൾ ചെയ്ത കാര്യം നമുക്ക് ഏവർക്കും അറിയാം. പലരും ഭഗവാൻ ഇത് പറഞ്ഞ് കളിയാക്കാറുമുണ്ട്. എന്നാൽ ഭഗവാൻ എന്തിനായിരിക്കും ഈ 16,008 വിവാഹങ്ങൾ ചെയ്തത്? ഇതിൽ 16,000 വിവാഹങ്ങളും ഭഗവാൻ ഒരുമിച്ച് ചെയ്യുന്നതാണ്. നരകാസുരൻ എന്ന ദുഷ്ടനായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഈ അസുരൻ 16,000 രാജ്യങ്ങളിൽ നിന്നായി 16,000 രാജകുമാരിമാരെ, കന്യകമാരെ അപഹരിച്ചു. അവരെ തട്ടിക്കൊണ്ടുപോയി സ്വന്തം പാർപ്പിടത്തിൽ താമസിപ്പിച്ചു. ഇങ്ങനെ നരകാസുരന്റെ ക്രൂരതകൾ വർദ്ധിച്ചു വന്നു. അപ്പോൾ ഭഗവാൻ സത്യഭാമാദേവിയുടെ സഹായത്തോടുകൂടി ഈ നരകാസുരനെ വധിച്ചു. വധിച്ച ശേഷം ആ 16,000 കന്യകമാരെയും മോചിപ്പിച്ചു. അപ്പോൾ അവർ ഭഗവാനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഒരു പരപുരുഷന്റെ ഒപ്പം ഇത്രയും കാലം ജീവിച്ച ഞങ്ങളെ ഈ സമൂഹം ഇനി സ്വീകരിക്കുകയില്ല എന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എങ്കിൽ ശരി, ഞാൻ നിങ്ങളെ വിവാഹം ചെയ്തു കൊള്ളാം. അങ്ങനെ ആ 16,000 കന്യകമാരെയും വിവാഹം ചെയ്ത് അവരുടെ അഭിമാനം അവർക്ക് വീണ്ടും നൽകുകയായിരുന്നു ഭഗവാൻ. സ്ത്രീ സംരക്ഷണ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുന്നതിന് വർഷങ്ങൾ മുൻപ്, നൂറ്റാണ്ടുകൾ മുൻപ്, യുഗങ്ങൾ മുൻപ് അത് നടത്തിയ വ്യക്തിയായിരുന്നു ഭഗവാൻ.
ഇങ്ങനെയുള്ള ഭഗവാന്റെ ലീലകളെ കുറിച്ച് പറഞ്ഞതിലേറെ പറയുവാനുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴും സമയപരിമിതി മൂലം അവസാനിപ്പിച്ചുകൊള്ളട്ടെ. നമസ്തേ.